ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് മീറ്റപ്പിന് പോവാണ്. ഞങ്ങളൊക്കെ സെറ്റായി ഗൈസ്. അപ്പോൾ സെക്കൻഡ് മീറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈപ്പിൾസ് ആയിട്ടുള്ള സെക്കൻഡ് ടൈം ഉള്ളൊരു മീറ്റപ്പാണ്. ഫസ്റ്റ് നമ്മൾ പൂമലയിലൊക്കെ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം തൃശ്ശൂർ തന്നെയാണ്, നോട്ട് എ റിസോർട്ട് ഓൾ. അപ്പോൾ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദറിന് നമ്മൾ പോവാണ്. അപ്പോൾ വീണ്ടും അവിടെയൊക്കെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി തൃശ്ശൂരിലേക്ക് പോവാണ് ഗൈസ്. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ എത്തി ഗൈസ്. ഇവിടെ എന്താണെന്നറിയില്ല, ചെമ്പോട്ട് ലൈനിൽ ഇതാ ഫുൾ വിജയിൻ്റെ പടമാണ്. ഫുൾ ഇതാ കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ വിജയ്? കേട്ടോ, ജനനായകൻ. ഓ ഇത് രാധം തിയേറ്റേഴ്സിൻ്റെ മുന്നിലാണ് ഗൈസ്, അതാണ് ഇതുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ എത്തിയല്ലോ വെന്യൂ എലൈറ്റ് ഇന്റർനാഷണലാണ്. എല്ലാവരും റെഡി അല്ലേ ഗൈസ്? സോ അച്ഛനും മോനും ഇന്ന് യെല്ലോ കളറാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും സെറ്റ് അല്ലേ ഗൈസ്? സെറ്റാണ്, സൂപ്പറാണ്. എല്ലാവരും കൂടി ഒരു ആനക്കുട്ടനുണ്ട്. തേർഡ് ഫ്ലോർ. ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഗൈസ്. ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് നിലകൊള്ളുന്ന ഭാഷാ പരബ്രഹ്മ കേന്ദ്രത്തിൻ്റെ രണ്ടാമത്തെ മീറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് വെച്ചാലും നമ്മൾ നേരിട്ട് എല്ലാവരും ഒന്ന് കണ്ട് പരിചയപ്പെടേണ്ട അതിൻ്റെ ആവശ്യകത നമുക്ക് കഴിഞ്ഞ മീറ്റിങ്ങുകളോടുകൂടി മനസ്സിലായി. അപ്പോൾ ആദ്യമായി ഈ ഒരു മീറ്റപ്പിലേക്ക് ഈ പരബ്രഹ്മ കേന്ദ്രത്തിൻ്റെ എല്ലാമായി ഭർത്തയെ സ്വാഗതം ചെയ്യുന്നു, വിജയെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പഴയതും പുതിയതുമായ എല്ലാ മഹാത്മാക്കളെയും ഈ ഒരു മീറ്റപ്പിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യും. നന്ദി, നമസ്കാരം. താങ്ക് യു. പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കാണ്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി മനസ്സിലാക്കി ബുദ്ധിമുട്ടുള്ളപ്പോഴായിരുന്നു നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീലത. ചാട്ടുകളല്ല എൻ്റെ സ്വദേശം വരുന്നത്. ഞാൻ വന്ന സമയത്ത് ജ്യോതിനാണ് ആദ്യം പരിചയപ്പെട്ടത്. ജ്യോതിൻ്റെ പിന്നെ സുധീഷ്, ശ്രീജ, എൻ്റെ സന്ധ്യച്ചു വരെയാണ് സന്ധ്യച്ചാണ് ഒരു വർഷമായി. എൻ്റെ മോളുണ്ട്, വീട്ടിൽ വരാൻ പഠിക്കുന്നത്. പക്ഷേ 60 വയസ്സ് കൊടുത്തു. ഞാനിപ്പോൾ വന്നിട്ട് പറഞ്ഞോ. വരുന്നുണ്ട്, ചേച്ചി വരണം. ശരിയാണ് വീട്. ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവരുന്ന അനുഭവം വളരെ വിഷയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനങ്ങനെ ഭയങ്കര കുറേ പ്രശ്നങ്ങളായിരുന്നു. ഒരു 2-2.5 വർഷമായിട്ട് ഫുള്ള് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഫുൾ ടെൻഷൻ. എല്ലാവരും വീട് എന്നെ സന്ധ്യയാണ് കൊണ്ടുവന്നത്. പിന്നെ വീടിൻ്റെ മാസങ്ങളൊക്കെ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ ജോയിൻ ദീക്ഷ എടുത്തു.
ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉറപ്പില്ലായ്മയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ശ്രീജിക്കാണ് ഇവിടെ കൊണ്ടുവന്നത്, കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാനിവിടെ ആ ഒരു സാഹചര്യം ജീവിതത്തിലുള്ള പല പല പ്രശ്നങ്ങളായിട്ട് മെഡിറ്റേഷൻ, യോഗ അങ്ങനെയൊക്കെ പലതും ശ്രമിച്ചു നോക്കി. ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗുരുജിയിലാണ്. എൻ്റെ വീട് കൊടകരയാണ്. ഗുരുജിയുമായിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് 3 വർഷം. അങ്ങനെ ജീവിതത്തിൽ നിന്നെല്ലാം നശിച്ച് ലാസ്റ്റ് മൊമെന്റിലാണ് ആളെ കാണുന്നത്. ആളെ കണ്ടതും സ്ത്രീകൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കർഷകർക്ക് അങ്ങനെ കഠിന സംസാരിക്കുന്നതല്ല സമയം അത് മാരേജിന് ശേഷമാണ്. ഞാൻ 3 മാസം മുമ്പാണ് ദീക്ഷ എടുത്തത്. അത്രകാലം ഭയങ്കര ബ്ലോക്കായിരുന്നുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ദീക്ഷ എടുത്ത് പിന്നെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്തു. ആരോ ആരുടെ മോനാണെങ്കിലും ഒന്ന് പറ. അതാണ്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പൊ? നന്നായിട്ട്. അതെ, വേണ്ട, വീണ്ടും അതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേരൊക്കെ പറ. സംസാരിച്ചോ. പിന്നെ ഉറക്കെ സംസാരിക്കും. എന്നെ കൊണ്ടുവന്ന ജോലി ടീച്ചറാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ 8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ദീക്ഷ എടുത്തത് തന്നെ. അപ്പം അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നല്ല മാറ്റാണ്. പിന്നെ ഇവിടെ വന്നോ? ഉറക്ക എന്നോട് എനിക്ക് നല്ലൊരു സമാധാനമുണ്ട്. എന്ത് ടെൻഷൻ വന്നാലും അതിൽ നിന്ന് മാറിക്കൊണ്ട്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? നമസ്കാരം. എൻ്റെ പേര് ഷീല. ഞാൻ കടിച്ചിട്ട് ശരിക്കും എന്നെ കൊണ്ടുവന്നത്. പിന്നെ ആദ്യം ഭയങ്കര ടെൻഷൻ ചെയ്തു, കടയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവും. ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണ്, ബട്ട് യങ്. നമസ്തേ. എൻ്റെ പേര് സ്മിത, കുട്ടനാട് വീട്. പിന്നെ ഞാൻ ദീക്ഷ എടുത്തിട്ട് 3 വർഷത്തോളമായി. ഇതിന് മുമ്പും ഞാൻ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സ്മിത മാഡമാണ്. അപ്പോൾ സ്മിത മാഡത്തിന് നന്ദി. കുറേ കാര്യങ്ങൾ ഇതുപോലെ മുമ്പ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കുറേ കാര്യങ്ങൾ നടക്കാണ്ടില്ല. ഇതുപോലെ ഡൗൺ ആണ്, ഇതുപോലെയാണ് ഇതിന് കർഷകർ പഠിക്കുന്നത്. കുറേ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ ചെയ്യുന്നത്. ടെൻഷൻസ് എന്നാണ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നത്. ടെൻഷൻസ് ഒക്കെ കുറഞ്ഞു. കുറച്ചും കൂടെ ഉറക്ക ഒച്ചത്തിൽ. വിജയരാജനും ശ്രീലതി ഞങ്ങൾ കണ്ണൂർക്കാണ് വരുന്നത്. ഇപ്രാവശ്യം എന്തായാലും മീറ്റിംഗ് അറ്റൻഡ് എല്ലാവരും നല്ല കാണാൻ പറ്റും. അങ്ങനെ വന്നതാണ്. സ്മിതയാണ് എൻ്റെ നീസ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എനിക്ക് പറയാനൊന്നും ഇല്ല. എന്നാലും ഞാൻ 10 മാസമായി ഇവിടെ ദീക്ഷ എടുത്തത്. എനിക്ക് വലിയ വലിയ വിഷമങ്ങളായി. മാറ്റമുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, പിന്നെ ക്ലാസ്സിൽ ഹീൽ ചെയ്യാറുണ്ട്, തലവേനയൊക്കെ വരുമ്പോൾ. അപ്പോൾ നല്ല അനുഭവമാണ്. ഉള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ കർഷക നിശ്ചയത്തിലേക്ക് നോക്കിയിട്ടുള്ളത് എന്ത് സംഭവിക്കണമെങ്കിലും അത് തീരുമാനിച്ചാൽ മതി. അത് കർഷക നിശ്ചയമാണ്. അപ്പോൾ ആരോ വരുന്നുണ്ടോ വരാതിരിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് അവർ മോശമാണെന്നല്ല പറയുന്നത്. അവർ എൻ്റെ പേരാണ് മോള്. പലരും വോയിസായിട്ടും ഇപ്പോഴത്തൊക്കെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ മകൾ അതില്ലേ വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് വിഷമിച്ച് തിരിച്ചു വന്നു. എന്ത് കിട്ടിയാലും നമുക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. അതൊക്കെ വെറും മിഥ്യകളാണ്. പക്ഷെ അവർ പണ്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാക്കുന്ന സമയമായിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നിങ്ങൾ
ഓക്കെ പറഞ്ഞു പറഞ്ഞു അനുഭവം പറയൂ. അനുഭവം പറ. അനുഭവം പറയൂ. പ്രബോധനെ. അപ്പോൾ ഇന്ന് ഇവരുടെ വകത്ത് തിരുവാതിര നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന്. ശരി, അപ്പോ ടീം എ ആരും നമ്മൾ ടീം എയും ടീം ബിയും ഓക്കെ ടീം ബി എല്ലാവരും തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പാനിന്റെ കണി കാണേണം. ഇത്രയും വലിയ ക്ലാപ്പ് അടിച്ച അവൻ പോയി എല്ലാരോടും പറഞ്ഞു കൊടുക്കും കേട്ടോ. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ലാസ്റ്റ് കാണാനായിരിക്കും പറയുന്നത്. ഏയ് ജ്യോതി ഒരു വട്ടം പറഞ്ഞു കൊടുക്കാറ്. എല്ലാവരും റിയാക്ഷൻ കാണോ? എന്താ പറഞ്ഞേ? എന്താ 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 പറഞ്ഞേ? നെറ്റിയിലൊരു കുതിരയോ? നെറ്റിയിലൊരു കുതിര എന്താണ്? ഈ സാധനം പറഞ്ഞു ടീച്ചറാ. പഴംപൊരി ആൻഡ് ചായ. എല്ലാരും ഉണ്ട്. എല്ലാരും വിസിബിൾ ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തില്ലേ ഗൈസ്? ഇപ്പം ആകെ
അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.